ആ ആയത്തിനെ കുറിച്ചാ മുജാഹിദികൾ ചോദിച്ചത്. ആ ആയത്തിനെ കുറിച്ചാ മുജാഹിദികൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. പി എൻ അബ്ദുൽ ലത്തീഫ് മൗലവി പുളിക്കലിൽ വെച്ച് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട്. എന്താ പറഞ്ഞത്? ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളം അത് മുന്നോട്ട് കുതിക്കുന്നു എന്ന് ഞാൻ പറയാൻ കാരണം, ഈ 2 മാസം, ഈ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസം എടുത്താൽ ഏകദേശം 15ഓളം പള്ളികൾ പുതുതായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കീഴിൽ. ഞാൻ സ്ഥലങ്ങളൊന്നും പറയുന്നില്ല. കുറെ പള്ളികൾ ഞാൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. കുറെ പള്ളികൾ വേറെ പണ്ഡിതന്മാരായ ആൾക്കാരാണ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കുതിക്കുകയാണ്. അതിനുള്ള തെളിവെന്താ? കുറെ പള്ളി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. കുറെ പള്ളികൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഭൗതികമായി കുവൈത്തിൽ നിന്ന് പണം കിട്ടുന്നത് കൊണ്ട്, അതല്ലെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും പണം കിട്ടുന്നത് കൊണ്ട് KNM-ന് വരേണ്ട പണം വ്യാജ കത്തെഴുതി തനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പണം വഴിതിരിച്ചു വിട്ടുണ്ടാക്കിയ പണം കൊണ്ട് കേരളത്തിൽ കുറെ പള്ളികൾ ഉണ്ടാക്കിയാൽ അത് ആദർശം ശരിയാണ് എന്നതിനുള്ള തെളിവാണോ? ആദർശം ശരിയാണെന്നുള്ളതിന് തെളിവാണോ? അതാ നമ്മൾ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ കുറെ കാലമായി പറയാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ഭയങ്കരാണ്, ഞങ്ങൾക്ക് കുറെ പള്ളികളുണ്ട്, ഞങ്ങൾക്ക് കുറെ സ്ഥാപനങ്ങളുണ്ട്. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത്, നിങ്ങളുടെ സ്ഥാപനങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ സ്ഥാപനങ്ങളെല്ലാം കൂടി ഒരു തട്ടിക്കൊണ്ടുപോയി വെക്കുക. കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ഉള്ള എല്ലാ സ്ഥാപനവും ഒരു തട്ടിക്കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് കാന്തപുരത്തിന്റെ നോളജ് സിറ്റി മറ്റേ തട്ടിലും വെച്ചോ. എന്നാ ഏത് തട്ടാ കനം തൂങ്ങുക? നോളജ് സിറ്റിന്റെ തട്ടാണ്. അതിന്റെ അർത്ഥം കാന്തപുരത്തിന്റെ ആദർശം ശരിയാണെന്നാണോ? അതിന്റെ അർത്ഥം കാന്തപുരത്തിന്റെ ആദർശമാണ് ശരി, കാന്തപുരം പറയുന്നതാണ് സത്യമെന്നാണോ? അല്ല, ആദർശമാണ് മാറ്റിവെക്കേണ്ടത്. ഇനി ഈ കുതിക്കുമ്പോ പള്ളികൾ ഉണ്ടാക്കുന്നത് പറയുന്നുവെങ്കിൽ ഞങ്ങൾ പറയുന്നത് മാന്യത എന്താ? KNM-ന്റെ പേരിലുള്ള പള്ളികൾ KNM-ന് വിട്ടുകൊടുക്കലല്ലേ? എന്നിട്ട് നിങ്ങൾ കുതിച്ചോ? നിങ്ങൾ വേറെ പള്ളി ഉണ്ടാക്കിക്കോ, ആർക്കും എതിർപ്പില്ല. പക്ഷേ കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ പേരിൽ വാങ്ങിയ സ്ഥലത്ത്, കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ പണ്ഡിതന്മാരുടെ സഹായത്തോടുകൂടി ഉണ്ടാക്കിയ പള്ളി അത് KNM-ന് അവകാശപ്പെട്ടതല്ലേ? അപ്പൊ ചിലപ്പോ പറയുന്നറിയോ, അത് കുവൈത്തിൽ നിന്നൊക്കെ പൈസ ഉണ്ടാക്കിയിട്ടാണ്. കുവൈത്തിൽ PN-നെ പറഞ്ഞയച്ചതാരാ? PN സ്വയം പോയതാണോ? കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ പ്രതിനിധിയായിട്ടാ പോയത്. PN കുവൈത്തിൽ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ, അദ്ദേഹത്തിന്റെ വകയായാലും ഇനി സംഘടനയുടെ വകയായാലും എന്ത് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടോ അത് മുഴുവൻ KNM-ന്റെ വകയാണ്, KNM-ന്റെ സപ്പോർട്ടോട് കൂടിയാണ്. KNM-ആണ് അദ്ദേഹത്തെ കുവൈത്തിലേക്ക് അയച്ചത്. സ്വാഭാവികമായും ആ പള്ളികൾ KNM-നല്ലേ അവകാശപ്പെട്ടത്, അല്ലാതെ KNM-ൽ നിന്ന് തെറ്റി പുതിയൊരു ആദർശവുമായി കടന്നു വന്ന ആളുകൾക്കാണോ? എന്നിട്ട് അദ്ദേഹം പറയുന്നത് നോക്കൂ. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ, വിദ്യാർത്ഥി വിഭാഗം, യുവജന വിഭാഗം, സ്ത്രീകളുടെ വിഭാഗം, സാധാരണക്കാരുടെ വിഭാഗം എല്ലാവരും സജീവമായി ദേവാരംഗത്തുണ്ട്. വളരെ ആസൂത്രിതമായി കൂടിയാലോചനയിലൂടെ ഒരാളും ഒരാളെക്കാൾ വലുതല്ല, ഒരാളും ഒരാളെക്കാളും എല്ലാവരും ചെറിയ കാര്യം മുതൽ മൈന്യൂട്ടായ കാര്യം മുതൽ സുപ്രധാനമായ കാര്യം വരെ ഞങ്ങൾ മുഷാവറ നടത്തി. അത് പണ്ഡിത സഭയിലാണെങ്കിൽ പോലും മുഷാവറ നടത്തി, തെളിവുകൾ പരിശോധിച്ച്, പ്രമാണങ്ങൾ പരിശോധിച്ച് ആ വിഷയത്തിൽ എന്താ അഭിപ്രായം പറയണം എന്ന് തീരുമാനിച്ച് ആണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പണ്ഡിത സഭ കൂടിയാലോചിച്ചുകൊണ്ടാണ് വിസ്ഡം വിഭാഗത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ എത്ര കാലമായി ഞങ്ങൾ ചോദിക്കുന്നു, ഈ ആയത്ത് ഫൈസൽ മുസ്ലിയാർ സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്ത് ഫൈസൽ മുസ്ലിയാർ കോഴിച്ചനയിൽ എഴുതിയ വാദത്തിനുള്ള തെളിവാണ് എന്ന് വിസ്ഡം പണ്ഡിത സഭ പറയുമോ? ഒന്ന് പറയണ്ടേ എവിടെയെങ്കിലും PN? ഒന്ന് പറയണ്ടേ എവിടെയെങ്കിലും പറപ്പൂര്? ഈ ആയത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ വസീലത്ത് ശിർക്കായതുണ്ട്, ശിർക്കല്ലാത്തതുണ്ട് എന്നതിനുള്ള തെളിവാണ് എന്ന് വിസ്ഡം പണ്ഡിത സഭ ശൂറയ്ക്ക് ശേഷം ഒന്ന് പ്രഖ്യാപിക്കുമോ? ഫൈസൽ മുസ്ലിയാർ പറഞ്ഞത് ശരിയാണ്. ഇസ്തിആനത്ത്, ആ ഇസ്തിംതായി ആയത്തിൽ പറഞ്ഞ ഇസ്തിംതായിൽ ശിർക്കായ ഇസ്തിആനത്തുണ്ട്, വസീലത്ത് ശിർക്കായ ഇസ്തിആനത്തുണ്ട്. അങ്ങനെ ഖുർതുബിയിൽ പറഞ്ഞിട്ടുണ്ട്, ഇബ്നു അബ്ബാസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ വിസ്ഡം പണ്ഡിത സഭ തയ്യാറാകുമോ?
പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു നിസ്സാരമായ വിഷയമല്ല. എങ്ങനെയാണോ ഈ സമൂഹത്തെ പൗരോഹിത്യം ശിർക്കിലേക്ക് വലിച്ചു കൊണ്ടുപോയത്, എങ്ങനെയാണോ പൗരോഹിത്യം ഈ സമൂഹത്തെ ശിർക്കിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയത്, അതേ രൂപത്തിൽ ഈ സമൂഹത്തെ ശിർക്കിലേക്ക് കൊണ്ടുപോകാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് തുടങ്ങിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുഴയിൽ വീഴുമ്പോ ഒഴുകിപ്പോകുന്ന ജിന്നിനെ വിളിക്കാനോ അതല്ലെങ്കിൽ അവിടെ ജിന്നിനോട് സഹായം തേടാനോ ആ ജിന്നിനോട് എന്തെങ്കിലും ചോദിക്കാനോ ഒന്നുമല്ല. പിന്നെ എന്തിനാ ഇത് തേടിയത്? ഈ ചികിത്സ തുടങ്ങാൻ വേണ്ടിയാണ്. ഈ ചികിത്സ തുടങ്ങാൻ വേണ്ടിയാണ്. അതാണ് ഇവിടെ പല സ്ഥലങ്ങളിലും ആരംഭിച്ചത്. അതാണ് പെരിന്തൽമണ്ണയിൽ നടത്തിയത്. അതാണ് ഈ ആളുകളുടെ പല കേന്ദ്രങ്ങളിലും നടത്തിയത്. അതാണ് അങ്ങനെ എല്ലാ പള്ളിച്ചെരുവുകളും ഇതിനുള്ള കേന്ദ്രങ്ങളാകണം എന്ന് ചില ആളുകൾ പ്രസംഗിച്ചത്. മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോയി വേറെ സംഘടന ഉണ്ടാക്കി, വേറെ ടീം ഉണ്ടാക്കി. മുന്നിൽ നിർത്തിയത് ആരെയായിരുന്നു? പാവപ്പെട്ട സക്കരിയ സലാഹിയെ ആയിരുന്നു. അദ്ദേഹത്തെ മുന്നിൽ നിർത്തിയാണ് ആളെ കൂട്ടിയത്. അദ്ദേഹത്തെ മുന്നിൽ നിർത്തിയാണ് ആളുകളെ സംഘടിപ്പിച്ചത്. അദ്ദേഹത്തെ മുന്നിൽ നിർത്തിയാണ് ഈ പെരിന്തൽമണ്ണയിലടക്കം പരിപാടികൾ സംഘടിപ്പിച്ചത്. അങ്ങനെ ആളുകളൊക്കെയായി വേറെ പോയി. അത്യാവശ്യം തരക്കേടില്ലാത്ത ആളുകളൊക്കെ കൂടെയുണ്ട് എന്ന് തോന്നിയപ്പോ അദ്ദേഹത്തെ പുറത്താക്കി. എന്തിനാ പുറത്താക്കിയത്? എന്താ ഇവർ ആദ്യകാലത്ത് പറഞ്ഞത്? ഞങ്ങളടുത്ത് ലെറ്റർ പേഡും സീലും ഒന്നും ഇല്ല പുറത്താക്കാൻ. അതൊന്നും ഇല്ലാതെ സക്കരിയ സലാഹിയെ പുറത്താക്കിയില്ലേ? എന്താ അദ്ദേഹം ചെയ്ത തെറ്റ്? എന്താ അദ്ദേഹം ചെയ്ത തെറ്റ്? ഒന്ന് പറയണ്ടേ ഈ നാട്ടുകാരോട്? എന്നിട്ട് അദ്ദേഹം പിന്നീട് നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. എന്താ അദ്ദേഹം ചോദിക്കുന്നത്? നമ്മൾ എന്തിനാ KNM-ൽ നിന്ന് പോന്നത്? റുഖിയ നടത്താൻ. അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. ഈ മന്ത്രവാദ ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. അതിനുവേണ്ടിയാണ് ഇതിൽ നിന്ന് വേറിട്ട് പോയത്. അതിനുവേണ്ടിയാ അബൂബക്കർ സൽവി പ്രസംഗിച്ചത്. അതിനുവേണ്ടിയാ സാജിദ് തിരൂരങ്ങാടി പ്രസംഗിച്ചത്. അതിനുവേണ്ടിയാ ഈ ഹാരിസ് ബിൻ സലീം സംസാരിച്ചത്. അതിനുവേണ്ടിയാണ് ഇവരൊക്കെ ഈ സംഘടനയെ പ്രതിക്കൂട്ടിൽ നിർത്തിയത്. ഇവരുടെ ചികിത്സ വിജയിപ്പിക്കാൻ, ഈ ചികിത്സക്ക് ആളെ കൂട്ടാൻ. പക്ഷേ മുജാഹിദികൾ പ്രതിരോധിച്ചു. ഒരു പള്ളി പോലും അതിന് കിട്ടിയില്ല. ഒരു പള്ളി, ഇവരുടെ കേന്ദ്രത്തിലുള്ള ഇവരുടെ ആളുകൾ മാത്രമുള്ള പള്ളികൾ പോലും അതിന് മുജാഹിദികൾ അനുവദിച്ചു നൽകിയില്ല. അങ്ങനെ സക്കരിയ സലാഹി ചോദിക്കാൻ, നമ്മൾ എന്തിനാ പോകുന്നത്? റുഖിയ നടത്താൻ. എന്നിട്ടോ ഇപ്പൊ നമ്മളെ പള്ളിയിൽ റുഖിയ നടത്തിയല്ലേ എന്ന് ചോദിക്കുമ്പോ അവിടെ പറ്റൂല, കാരണം അവിടെ ഛർദിക്കും തുപ്പും അങ്ങനെയൊക്കെ ആ പള്ളി വൃത്തിയേടാവും, അതുകൊണ്ട് അവിടെ നടത്താൻ പറ്റൂല. എന്നാ പിന്നെ മദ്രസിൽ നടത്തിയാലോ? മദ്രസിൽ നടത്താൻ പറ്റൂല. മദ്രസിന്റെ തൊട്ടപ്പുറത്ത് KNM-മാരുടെ വീടുണ്ട്. ഓന്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ ജനലിലുള്ള കുഴി ഇത് കാണും. അങ്ങനെ കണ്ടാ പ്രശ്നമാണ്, അതുകൊണ്ട് അവിടെ നടത്താൻ പറ്റൂല. എന്നാ പിന്നെ നമ്മളൊരു കാര്യം ചെയ്യാം, ജാമിയ ഹിന്ദിൽ നടത്തുക നമ്മളതാണല്ലോ. അവിടെ വേറെ ആരും വന്ന് ഇടങ്ങാറാക്കൂലല്ലോ. ആരെങ്കിലും വന്ന് എന്താ അവിടെ നടത്തിയെന്ന് വെച്ചാൽ ഞങ്ങൾ ചിലക്കാതെ പോന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ നമ്മളുടെ ജാമിയ ഹിന്ദിൽ നമുക്ക് നടത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോ അവിടെ നടത്താൻ പറ്റൂല. എന്നിട്ട് സക്കരിയ സലാഹിന്റെ ചോദ്യമുണ്ട്, പിന്നെ എവിടെ ആകാശത്താ റുഖിയ നടത്തുക? അതിനുവേണ്ടിയാണ് ഈ സംഘടനയെ പിളർത്തിയത്. അതിനുവേണ്ടിയാണ് ഈ സംഘടനയിൽ ഭിന്നിപ്പുണ്ടാക്കിയത്. അങ്ങനെ നടത്തി ഈ ആളുകൾ അവരുടെ കേന്ദ്രങ്ങളിൽ റുഖിയകൾ നടത്തി. ഇപ്പൊ എന്താ പറയുന്നത്? ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ സജീവമാണല്ലോ സാജിദ് തിരൂരങ്ങാടിയുടെ ചില സംസാരങ്ങൾ, വെളിപ്പെടുത്തലുകൾ. അദ്ദേഹം പറയുന്നു, ഈ ജിന്ന് വിഭാഗത്തിന്റെ നേതാക്കന്മാരൊന്നടങ്കം എല്ലാരും എന്നെ റുഖിയ നടത്താൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്, എന്നെ കൊണ്ട് ഓദിച്ചിട്ടുണ്ട്. അവരുടെ വീടുകളിൽ ഞാൻ ഈ ചികിത്സ നടത്തിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ റാക്കിച്ചികളുണ്ട്. കാക്കച്ചി എന്നൊക്കെ പറയണ മാതിരി റാക്കിച്ചികളുണ്ട് അത്രേ. റാക്കിച്ചി എന്ന് പറഞ്ഞാൽ മന്ത്രവാദം നടത്തുന്ന പെണ്ണാണ്. അതിന്റെ പേര് റാക്കിച്ചി എന്നാണ് പോലും. റാക്കിച്ചികളുണ്ട്. ഈ റാക്കിച്ചികൾ നടത്തിയിട്ടുണ്ട്. വിസ്ഡം വിഭാഗത്തിന്റെ യുവജന വിഭാഗത്തിന് നേതൃത്വം നൽകിയിരുന്ന ഹാരിസ് കായക്കൊടിയുടെ വീട്ടിൽ ഈ മന്ത്രവാദം നടത്തിയിട്ടുണ്ട്. അവിടെ മന്ത്രവാദം നടത്തിയപ്പോ ഒരു സ്ത്രീ അപകടകരമായ അവസ്ഥയിലേക്ക് പോവുകയും ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. മുജാഹിദ് ബാലുശ്ശേരിക്ക് ഇതറിയാം എന്നൊക്കെ വെളിപ്പെടുത്തി. പിറ്റേ ദിവസം മുജാഹിദിന്റെ വോയിസ് എന്താണ്? എടാ സാജിദേ, നിനക്ക് കാണിച്ചു തരാമടാ, നിന്റെ ഈ ചെറ്റത്തരത്തിന് ഞാൻ വാട്സപ്പിലല്ലടാ മറുപടി പറയുന്നത്, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാണാം. ഞാൻ പരാതി കൊടുക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, മാസം കഴിഞ്ഞു. കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ മുജാഹിദ് ബാലുശ്ശേരി കയറിയിട്ടില്ല.
സാജീദ് തിരുരങ്ങാടി ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ നേതാക്കന്മാരുടെ വീടുകളിൽ നടത്തിയ മന്ത്രവാദങ്ങളെ കുറിച്ച്. അപ്പൊ എന്താ മറ്റൊരു പറയണത്? അത് ഓൻ അതിര് വിട്ടപ്പോ ഞങ്ങൾ ഓനെ പുറത്താക്കിയതാണ്. അതിര് വിട്ടപ്പോ പുറത്താക്കിയതാണ്. എന്താ അതിര്? ഏതാ അതിര്? ഈ ആളുകളെ വിളിച്ച് ഓരോന്നിനും ഓരോ മന്ത്രം, ഓരോന്നിനും ഓരോ ആയത്ത്, അതാണോ അതിര്? ഓതി കൊടുത്തതാണോ അതിര്? ഓതി കൊടുക്കാത്തതാണോ അതിര്? അടിച്ചതാണോ അതിര്? ഇത് ഞങ്ങളെ വീടിന്റെ തറേന്റെ ഉള്ളിൽ ആരോ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണത്രേ മുജാഹിദിന്റെ വീടിനെ കുറിച്ച് പോയി പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഇത്തരത്തിൽ ഈ സമൂഹത്തെ മുജാഹിദ് പ്രസ്ഥാനം എന്തൊരു നവോത്ഥാനമാണോ പ്രവാചക മാതൃക പിൻപറ്റിക്കൊണ്ട് ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്തത്, ആ നവോത്ഥാനത്തെ മുഴുവൻ നശിപ്പിച്ചു കളയുന്ന തരത്തിലാണ് ഈ ആളുകൾ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പുറംപൂച്ചുണ്ട്, അലങ്കാരങ്ങളുണ്ട്, മേക്കപ്പ് ഉണ്ട്, പക്ഷേ ആദർശം പിഴച്ചതാണ്, സ്വഭാവം പിഴച്ചതാണ്, പെരുമാറ്റം പിഴച്ചതാണ്. അവരുടെ എല്ലാ ആദർശങ്ങളും ഈ പറഞ്ഞതുപോലെ പ്രവാചക ചര്യയിൽ നിന്ന് വേറിട്ട് പോകുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക.